രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന ബ്രിക്സിന്റെ 17ാം ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഷയം ഉന്നയിച്ചത്. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയും ബ്രിക്സിൽ വിമർശനമുയർന്നു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, മിക്കവാറും രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് അന്ന് തന്നെ പിന്തുണ അറിയിച്ചതാണ്. ഇപ്പോൾ ബ്രിക്സ് പോലൊരു വേദിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിലൂടെ ഇന്ത്യ എന്തായിരുന്നു ലക്ഷ്യമിട്ടത്? അത് സാധിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ അവസാനിച്ച ബ്രിക്സ് ഉച്ചകോടിയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചത്. ഇന്ത്യ ഈ വിഷയം ഉന്നയിച്ചു. ബ്രിക്സ് ഉച്ചകോടി ഒന്നാകെ ആ വികാരം പങ്കിട്ടു. റിയോ ഡി ജനറോയിലായിരുന്നു ബ്രിക്സിന്റെ 17ാം ഉച്ചകോടി നടന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ്. അതിനെതിരെയും ബ്രിക്സിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. ഷംന വിവരങ്ങളുമായി. ഷംന, വിശദാംശങ്ങൾ. ശ്രീജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഈ പഹൽഗാം ഭീകരാക്രമണ വിഷയം ഉന്നയിച്ചത്. അതിനുശേഷം ബ്രിക്സ് ഉച്ചകോടിയിൽ ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും മേൽ വന്ന് പതിച്ച ഭീകരാക്രമണമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനെ അപലപിക്കണം. ഒപ്പം എന്നും ഇന്ത്യ സമാധാനത്തിന്റെ ഭാഗത്താണ്. അത്തരം ചർച്ചകൾ നടത്താൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ, ഇന്ത്യയുടെ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളുടെ കൂടി സമാധാനത്തിന് വേണ്ടി എപ്പോഴും ആ ഒരു സംഭാഷണം നിലനിർത്താനാണ് ഇന്ത്യ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ പ്രഹരമേൽപ്പിക്കാൻ തരത്തിലുള്ളതായിരുന്നു ആക്രമണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഒപ്പം തന്നെ അന്ന് ഇന്ത്യക്ക് ഒപ്പം നിന്ന, ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒപ്പം നിന്ന എല്ലാ രാജ്യങ്ങൾക്കും മോദി നന്ദി പറയുകയും ചെയ്തു. എന്തായാലും ഈ ഉച്ചകോടിക്കിടെ ഭീകരാക്രമണത്തെയും ഒപ്പം ഭീകരാക്രമണ നടത്തുന്ന രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് ധനസഹായം ഉൾപ്പെടെ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെയും ശക്തമായി തന്നെയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ വിമർശനം ഉയർന്നത്. ഒപ്പം തന്നെ ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി ഈ രാജ്യങ്ങൾ, ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ശക്തമായി തന്നെ ഇതിനെ എതിർക്കും. അതിനുള്ള പ്രതിബദ്ധത കൂടി ഈ രാജ്യങ്ങൾക്കുണ്ട് എന്നുകൂടി ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ന് പറയുകയുണ്ടായി. ഒപ്പം തന്നെ മറ്റൊരു വിമർശനം ഉണ്ടായിരുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെയായിരുന്നു. അതായത് ട്രംപ് ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇത് നിയമവിരുദ്ധമാണെന്നും ഈ താരിഫ് നയങ്ങൾ നേരത്തെ തന്നെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന, സാമ്പത്തിക പരമായി തന്നെ വലിയ രീതിയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു നയമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും വീണ്ടും ആ ഒരു താരിഫ് നയവുമായാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇത് ട്രംപിന്റെ ഏകപക്ഷീയമായ നിലപാടാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു എന്നുകൂടി ഇന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ വിമർശനമുണ്ടായിരുന്നു. ട്രംപിനെതിരെയും വിമർശനമുണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ ഇപ്പോൾ 17ാം ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങളാണ് ഉച്ചകോടിയിൽ ഉയർന്നത്. ശ്രീജ, ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണ് എന്ന വാദമാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിയിൽ ഉന്നയിച്ചത്. ഒപ്പം അങ്ങനെ ഭീകരവാദം നടത്തുന്ന ആളുകളെ ഉപരോധിക്കാൻ യാതൊരു മടിയും കാണിക്കരുത് എന്ന ആവശ്യവും കൂടി ഇന്ത്യ ഈ വേദിയിൽ ഉന്നയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ വികാരം മുഴുവൻ അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. വിവരങ്ങളാണ് ആയിഷത്തുൽ ഷംന നൽകിയത്.